ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എണീറ്റ് വന്നതേ ഉള്ളൂ. അടയ്ക്കുന്ന കണ്ടോ? തുറന്നേ അനുസരണക്കേട് കാണിക്കാതെ തുറന്നേ. രാവിലെ എണീറ്റ് വന്നതേ ഉള്ളൂ. നാളെ അജുവിന് പരീക്ഷയാ. അപ്പം അജു പിന്നെ ഇത്രയും നേരമായിട്ടും അജു കിടപ്പായിരുന്നു. കിടപ്പും കഴിഞ്ഞ് ബാത്റൂമിലൊക്കെ കയറിയിട്ട് ഇറങ്ങി വന്നിട്ട് ഇതാണ്ട വന്നിരിക്കുന്ന കണ്ടോ. രാവിലെ എല്ലാവരും അജുവിൻ്റെ മുഖം കാണുമെന്ന് പറഞ്ഞുകൊണ്ട് അജു കതവും വലിച്ച് അടച്ചു പിടിച്ചുകൊണ്ട് നിന്നത് വേണ്ട. പല്ല് തേച്ചിട്ട് വന്ന് ചായ എടുത്ത് കുടിക്കും. പിന്നെ ഇപ്പോഴേ ഇട്ട് കുടിക്കും. നാളെ പരീക്ഷയാണ്. ക്രിസ്മസ് പരീക്ഷ തുടങ്ങും. അജു എഴുതുന്ന എന്തുവാണെന്ന് അജുവിനറിയില്ല, എനിക്ക് തീരെ അറിയില്ല. കണ്ടോ, പഠിത്തമില്ലാത്തതുകൊണ്ട് ഇപ്പോഴാണ് എണീറ്റത്. ഒരുപാട് നേരമായി എണീറ്റിട്ട്. 7:30 കഴിഞ്ഞപ്പോൾ എണീറ്റ് വന്നു. ക്ഷീണമുണ്ട്. ക്ഷീണം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ആരും വക വെക്കാറില്ല. എനിക്കറിയത്തില്ല, പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മണിക്ക് അമ്മച്ചി 5 മണിക്ക് ജോലിക്ക് പോവും. 5 മണിക്ക് മുമ്പ് ഞങ്ങൾ എണീക്കും. 4:30 5 മണിയാകുമ്പോഴത്തേന് എണീക്കും. അമ്മച്ചിയൊക്കെ 4 മണിക്കേ എണീക്കുന്നത് കൊണ്ട് പിന്നെ 5 മണിക്ക് മുമ്പ് ഞങ്ങൾ എണീക്കും. പിന്നെ എണീക്കാൻ മടിച്ച് കിടക്കുമ്പോൾ 5 മണിക്ക് മുമ്പ് അവർ പോകുന്നതിന് മുമ്പ് എണീറ്റ് വന്ന് പല്ല് തേച്ചിട്ട് അവരെ കൂടെ അന്ന് കടുങ്കാപ്പിയാണ് ഇടുന്നത്. രാവിലെ കടുങ്കാപ്പി ഇടും. പിന്നെ കടുങ്കാപ്പി ഇട്ടിട്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ചായ ഇടും. എണീറ്റ് വന്ന ഉടനെ കടുങ്കാപ്പി, അത് കഴിഞ്ഞിട്ട് ചായ. അത് രണ്ടും 5 മണിയാകുമ്പോഴത്തേക്ക് കടുങ്കാപ്പി കുടിച്ചിട്ട് ഞങ്ങളങ്ങ് ഇരിക്കും. 6 മണി കഴിയുമ്പോൾ ഞങ്ങൾ വന്ന് ചായ എടുത്ത് കുടിക്കും. അന്നേരവും നമ്മുടെ വീട്ടിൽ ചായയല്ല, കടുങ്കാപ്പി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ പാൽക്കാപ്പിയാണ് നമ്മളിടുന്നത്. പാൽക്കാപ്പി. പിന്നെ നമ്മുടെ വീട്ടിൽ അന്നേരം ആർക്കും ചായ ഇഷ്ടമല്ല. അച്ചാച്ചനേ ഉള്ളൂ. അച്ചാച്ചൻ പാലും കൊണ്ട് പോകുമ്പോൾ കടയിൽ പോയിട്ട് അച്ചാച്ചൻ ചായ കുടിക്കും. ഞങ്ങൾക്കൊന്നും ചായ ഇഷ്ടമല്ല. ചായ ഇടാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഈ ഇതുപോലെ പാല് കൊണ്ടുപോക്ക് നിർത്തിക്കഴിഞ്ഞ് കഴിയുമ്പം അച്ചാച്ചന് ചായ വേണമായിരിക്കും. എന്നും പശുവുണ്ട്. പിന്നെ ഒത്തിരി നാൾ കഴിഞ്ഞപ്പോൾ കാപ്പി വേണ്ട, ചായ മതിയെന്ന് അച്ചാച്ചൻ പറഞ്ഞു. അപ്പം ചായയാക്കുമ്പം പിന്നെ എനിക്കും ചേച്ചിക്കും എല്ലാം അങ്ങ് കരച്ചില്ല. ഞങ്ങൾക്ക് വേണ്ട. അമ്മച്ചിക്കും അച്ചാച്ചനും ഒക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മച്ചിയും പ്ലാന്റേഷനിൽ പോകുമ്പം അവിടെ തിരിച്ചു വരുന്ന സമയത്തും അവിടെയുണ്ട് കട. അവിടെ കയറിയിട്ട് പിന്നെ ഇതുപോലെ ചായയൊക്കെ കുടിക്കാറുണ്ട്. കുടിച്ചിട്ട് വരുന്ന മോനെ മാറ്. അയ്യോ, ഓക്കെ 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 കെട്ടിപ്പിടുത്തം. അങ്ങനെയൊക്കെയാ അന്നത്തെ കാലത്ത്. അജുവിനോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മണിക്ക് എണീറ്റിരുന്ന് പകുതിയൊക്കെ ഉറങ്ങും. ഇവർ അച്ചാച്ചൻ അങ്ങ് പാലും കൊണ്ടൊക്കെ പോകുമ്പോൾ ഒത്തിരി നേരമൊക്കെ ഇരുന്ന് ഉറങ്ങുകയും ഒക്കെ ചെയ്യും. എന്നാലും ഇരുന്ന് പഠിക്കാതെ ചെന്ന് കഴിഞ്ഞാൽ കൈ നീട്ടി അങ്ങോട്ട് കൊടുക്കണം. ഞങ്ങളുടെ കൂടെ പഠിച്ച എല്ലാവർക്കും അറിയാം. ആ സമയത്തൊക്കെ പഠിച്ചവർക്കൊക്കെ അറിയാം. കൈ നീട്ടി അങ്ങോട്ട് കൊടുക്കണം. നല്ല അടി കിട്ടും. നല്ല അടി കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേരെ തൊട്ട് ഇപ്പോൾ എന്തുവാ പഠിക്കുന്നത് എനിക്കറിയത്തില്ല. പഠിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് എന്തോ പഠിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അന്നത്തെ പിള്ളേർക്ക് കൂടുതൽ മാർക്കൊന്നും ഇതുപോലെ ഇട്ടൊന്നും തരത്തില്ല. അവരിരുന്ന് പഠിച്ചേ ഒക്കത്തുള്ളൂ. നല്ല ശരിക്ക് പഠിക്കണം. ശരിക്ക് പഠിച്ചില്ലെങ്കിൽ മാർക്കൊന്നും കിട്ടത്തില്ല. പഠിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ അജുവിനോട് പറയുന്നത് പഠിക്കുകയും ചെയ്യുമെന്നുള്ളത്. എനിക്കാണെങ്കിൽ മലയാളവും മലയാള സെക്കൻഡും
ഹിന്ദിയും ഹിസ്റ്ററിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള വിഷയമാണ്. ഞാനാണെങ്കിൽ ഒരു കണ്ണാടി ഇവിടെ മേടിച്ച് കൊണ്ടുവന്ന് വെച്ച് അജുവിന് ഹിന്ദി പറഞ്ഞു കൊടുക്കാനായിട്ട്. അജു എൻ്റെ അടുത്ത് ഇതുവരെയായിട്ടും വന്നിരുന്നിട്ടില്ല ഹിന്ദി പഠിക്കാനെന്ന് പറഞ്ഞു. ഒരു വിഷയം പഠിക്കാനും അജു വന്നിരിക്കാറില്ല. ഒന്നും പഠിക്കാനായിട്ട് അജു എൻ്റെ കൂടെ വന്നിരിക്കാറില്ല. ഉള്ള കാര്യം പറയാമല്ലോ. അവൻ സ്വന്തമായിട്ട് ഏതാണ്ടൊക്കെ ഇരുന്ന് എഴുതുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാം. എഴുതുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത് മാത്രം കാണാം. അല്ലാതെ എനിക്ക് ഒന്നും അറിയത്തില്ല. അജു അവൻ അങ്ങനത്തെ പണിയൊന്നും ചെയ്യത്തില്ല. അജു അല്ലല്ലോ ചിക്കു. ഇവൻ പറഞ്ഞതാണ്ട ചിക്കു വന്ന് മൂത്രം ഒഴിച്ചെന്ന് പറയുമോ. ചിക്കു എൻ്റെ ദേഹത്തൊന്നും മൂത്രം ഒഴിക്കത്തില്ല. അയ്യോ എൻ്റെ കുഞ്ഞ് പറയുന്ന കേട്ടോ, ഇച്ചിരി ചായ ഇങ്ങനെ താമച്ചീന്ന്. ഒട്ടുപാലെടുത്തിട്ട് വന്നതാ എൻ്റെ ചക്കര. പഠിക്കണ്ടായോ അജുമോനെ? എല്ലാം എഴുതി കഴിഞ്ഞായിരുന്നു. വളർന്ന് കണ്ടാ പറയത്തില്ല, പക്ഷെ പാൻ്റെല്ലാം ചെറുതായി. ഇനി പാൻറ്റുകളൊന്നുമില്ല. പാൻറ്റൊക്കെ ഇനി എടുക്കണം. ഒരെണ്ണം ഉണ്ട് വലിയത്, അതൊന്ന് ഇട്ട് നോക്കണം. ഇതുവരെ ഇട്ടിട്ടില്ല. അത് കറക്റ്റ് ആയോന്ന്. ചിലപ്പോൾ ഇപ്പം കറക്റ്റായി കാണുമെന്ന് ഞാൻ വിചാരിക്കുക. ഞാനിങ്ങനെ മേലെ തുണി നിൽക്കും. നമ്മുടെ അജുമോ നിൽക്കുന്നത് കണ്ട്. അജുമോ നിന്ന് നിൽക്കുന്നു. അവിടെ വന്നിട്ട് അവൻ ഒട്ടുപാലെടുക്കുക. ഒട്ടുപാലെടുത്ത് കഴിഞ്ഞിട്ടേ വെട്ടുന്നുള്ളെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് പോകുന്നുണ്ട്. അങ്ങോട്ട് പോയി ഒക്കെ അതുകൊണ്ട് നടക്കുന്നു. അങ്ങോട്ട് പോവുക. അവിടെയൊക്കെ ഒട്ടുപാലെടുക്കാനായിട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് വെട്ടാമെന്നും പറഞ്ഞ് കുഞ്ഞ് പോവുക. നമ്മുടെ കാപ്പിയിലെല്ലാം കാപ്പിക്കുരു ഉണ്ടായി. ചിലതെല്ലാം പഴുത്ത് തുടങ്ങി. ഈ കിളികളൊക്കെ വന്നിട്ടേ ഇതെല്ലാം ഇങ്ങനെ കൊത്തിപ്പറിച്ച് തറയിലിടുക. ചെറുതായിട്ട് പഴുത്ത് തുടങ്ങുന്നത്. കാപ്പി പൂക്കുന്നുമുണ്ട്, കാപ്പിക്കുരുവുണ്ട്. ഉള്ളതൊക്കെ ഇതുങ്ങളങ്ങ് നശിപ്പിക്കുക. കണ്ടോ, എല്ലാം പഴുത്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ഇതുപോലെ തറയിൽ കിടക്കുന്നുണ്ട്. ഇതെല്ലാം അത് മൊത്തം കാപ്പിക്കുരു കിടക്കുന്നുണ്ട്. കാപ്പിക്കുരു എല്ലാം ഇങ്ങനെ തറയിൽ പോയി മൊത്തവും. എല്ലാ കിളികൾ വന്ന് കൊത്തി അതിൻ്റെ അരിയെല്ലാം എടുത്ത് താഴെ കളഞ്ഞേക്കും. അതുകൊണ്ടിത് കാപ്പിയരി വീണേക്കുന്നു. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ഉണ്ട്. ആവുന്നവർക്കാണ് ഇരുന്ന് കുത്തിയിരുന്ന് ഞുള്ളി പറക്കി എടുക്കാൻ. കണ്ടോ, നമ്മൾ കാപ്പിയരി ഉണക്കിയിട്ട് നമ്മൾ അവയ്ക്കത്തില്ലേ, അല്ലേ അവയ്ക്കുക എന്നൊക്കെ പറയും. അങ്ങനെ എടുക്കുമല്ലോ അതിൻ്റെ അരി. എന്നിട്ട് അതാണല്ലോ വറുത്ത് പൊടിക്കുന്നത്. ആ അരിയെല്ലാം വേണ്ട ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതെല്ലാം മൊത്തം ഇങ്ങനെ കിടക്കുക. ഇങ്ങോട്ടെല്ലാം ഉണ്ട്. ഉണ്ടോ, ഇഷ്ടംപോലെ വീണ് കിടപ്പുണ്ട്. കാണിക്കുമ്പം കാണത്തില്ലായിരിക്കും. എനിക്കാണെങ്കിൽ ആവത്തില്ല. ഞാൻ കുത്തിയിരുന്ന് പറക്കാനൊക്കെ എനിക്ക് നടുവേദനയും നിറച്ച് കിടക്കുന്നത്. ഇരുന്ന് നമ്മൾ നാൽക്കാലിക്കൊരണ്ടിയൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ ഉണ്ടായിരുന്നത്. അതൊക്കെ പോയി, ഇല്ലിപ്പം ഉണ്ടായിരുന്നത്. അതും കൊണ്ടെങ്ങാനും വന്ന് ഇവിടെ ഒക്കെ കുത്തിയിരുന്ന് ഞുള്ളി പറക്കിയെടുത്ത് കഴുകി അങ്ങ് ഉണക്കായിരുന്നു. പറ്റാത്ത അവസ്ഥയെ. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-25 കിലോയ്ക്ക് പറിക്കാതെ പഴുത്ത് പൊഴിഞ്ഞു പോയി. അന്നൊന്നും കിളികളൊന്നും ഇതുപോലെ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിലൊക്കെ നിന്നതെല്ലാം കിളികൾ വന്നിരുന്നിട്ട്, ആ കരിയിലെ കിളികൾ വന്നിരുന്നിട്ട് കൊത്തിപ്പറിച്ച് മൊത്തം തറയിൽ കളഞ്ഞേക്കും കേട്ടോ. അങ്ങനെ അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണെന്നറിയോ? ഒന്നും ഇന്നത്തെ കറികളില്ല. ഇന്നലെ ഉണ്ടാക്കിയ കറിയാണ്. ഇന്നലത്തെ മത്തിക്കറി, പിന്നെ മത്തി പീര പറ്റിച്ചത്, സാമ്പാർ എല്ലാം രാവിലെ എടുത്ത് ചൂടാക്കി റെഡിയാക്കി. അതുകൊണ്ട് അച്ചാച്ചൻ ചപ്പാത്തി
അതും കൂടെ അച്ചാച്ചൻ മീൻ എടുക്കുന്നുണ്ടോ. അച്ചാച്ചൻ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ആ മീൻ അതെല്ലാം പിന്നെ തോരൻ്റെ നമ്മുടെ മീൻ പീരയുടെയാണ് കേട്ടോ. മത്തി പീര പറ്റിച്ചതിൻ്റെയൊക്കെ എല്ലാം ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് മുള്ളെടുത്തിട്ട് ഇങ്ങനെ കയ്യിലോട്ട് മീനെടുത്ത് പിടിക്കുക, 2 കൈ വെച്ച് അതിൻ്റെ മുള്ളെല്ലാം എടുത്ത് മാറ്റിയിട്ട് അച്ചാച്ചൻ എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഇതാക്കി ഇടും. എന്നിട്ട് അച്ചാച്ചൻ കഴിക്കുന്നത്. ഇപ്പോൾ കുറേ നാളുകൊണ്ട് അങ്ങനെ അച്ചാച്ചൻ കഴിക്കുന്നത്. എല്ലാം മുള്ളിനെ എല്ലാം എടുത്ത് മാറ്റി മീനെല്ലാം ഇങ്ങനെ ചെറിയ പീസാക്കി എല്ലാം ഇട്ട് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ സമാധാനപരമായിട്ടിരുന്ന് കഴിക്കുക ചെയ്യുന്നുണ്ട്. എല്ലാം അതിനകത്ത് എന്തെങ്കിലും വേണ്ടാത്തതൊക്കെ ഉണ്ടാക്കി കറിവേപ്പില അങ്ങനത്തെ എല്ലാ സാധനവും എടുത്ത് മാറ്റിയിട്ട് കഴിക്കാൻ തുടങ്ങുന്നു. കാന്താരി മുളകില്ലായിരുന്നു കേട്ടോ. കാന്താരി മുളക് ഇല്ലാത്തത് കൊണ്ട് പിന്നെ മീൻ ഇങ്ങനെ പിടിച്ചാലേ നമുക്ക് കാണത്തുള്ളൂ. അല്ലാതെ മുളക് നമ്മൾ ചേർത്തത്, അല്ലാത്ത പിന്നെ ചുമന്ന മുളകുണ്ടല്ലോ അതാണ് ഞാൻ ചേർത്തത്. അത് ചേർത്തിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇന്നലെ വൈകിട്ട് സാമ്പാറായിരുന്നു ഇന്നലെ കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ മീൻ പീരയും കൂടെ കൂട്ടി കഴിക്കണമെന്ന് ആഗ്രഹം. ഈ മീൻ നല്ല രുചിയാണ്, പക്ഷെ കറി വെച്ച് കഴിയുമ്പം ഈ മീന് രുചിയില്ല. കറി വെച്ച് കഴിയുമ്പം ആ മീനിൻ്റെ ചാറിന് രുചിയില്ല. അതേ മീൻ വറക്കുമ്പം നല്ല ടേസ്റ്റാണ്. ഇന്നലെ വെച്ച സാമ്പാറും ഇതിനകത്ത് ഒത്തിരി കഷ്ണങ്ങളൊന്നുമില്ല കേട്ടോ. പച്ചക്കറി ഇവിടെ മേടിപ്പ് കുറവാണ്. വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കി പ്രത്യേകവും കഴിച്ചു. അജുവിനും വേണ്ട, അച്ചാച്ചനും വേണ്ട. പിന്നെ എന്നിട്ട് അതും പിന്നെ സാമ്പാറാണ്. ഇതിനകത്ത് കുമ്പളങ്ങയും 2 കുഞ്ഞു കാച്ചിലും പിന്നെ ചേമ്പും മാത്രമേ ചേർത്തിട്ടുള്ളായിരുന്നു. പിന്നെ ചെറിയ ചേമ്പും ഉണ്ടായിരുന്നു, അല്ലാത്ത ചേമ്പും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിലത്തെ 2-3 എണ്ണമൊക്കെ ഇട്ട് അങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത്. അത്രയും കഷ്ണങ്ങളേ ഉള്ളൂ. തൊമരയും ചേർത്തങ്ങ് ഉണ്ടാക്കി. എത്ര നാളായെന്നറിയോ ഇച്ചിരി സാമ്പാർ. ഇവിടെ നിന്ന് സ്ഥിരം സാമ്പാർ എന്നും ഉണ്ടാക്കുമായിരുന്നു. അച്ചാച്ചനത് ഭയങ്കര ഇഷ്ടം, എന്നും സാമ്പാർ വേണമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒത്തിരി നാളായി സാമ്പാർ ഉണ്ടാക്കിയിട്ട്. പക്ഷേ ഞാൻ ഇന്നലെ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ആസ്വദിച്ചാണെന്നറിയോ. എത്ര നാളായി ഇച്ചിരി സാമ്പാർ കൂട്ടിയിട്ട്. അതുകൊണ്ട് എനിക്കത് ഭയങ്കര ടേസ്റ്റ് തോന്നുമായിരുന്നു കേട്ടോ, സത്യമായിട്ട്. ഇനി മറ്റു മനുഷ്യർക്കത് കൂട്ടുമ്പോൾ ടേസ്റ്റ് കാണുമെന്നറിയത്തില്ല. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടായിരുന്നു. ബീട്രൂട്ടായിരുന്നു ഉണ്ടായി, നല്ലപോലെ കിട്ടും ചിലപ്പോഴൊക്കെ, ചില സമയത്തൊക്കെ. ഈ സീസണൊക്കെ നല്ലതായിരുന്നു. കുറച്ച് മുമ്പ് ഭയങ്കര മഴയാണെങ്കിൽ നല്ലതല്ല. പക്ഷെ എല്ലാം കിളിച്ച് വന്നായിരുന്നു. പക്ഷെ എല്ലാം കിളിച്ചെല്ലാം ഇതായി. ഒത്തിരി കുറച്ച് നാൾ നിന്ന് കാണിക്കണ്ടെന്ന് വിചാരിച്ചു. ഇപ്പോൾ പോയി തുടങ്ങി. പിന്നെ അതിൻ്റെ ഒന്നും ആവത്തില്ലായിരിക്കും. ഇനി അങ്ങ് പോകത്തതേ ഉള്ളൂ. ഇലയൊക്കെ വാടിക്കഴിഞ്ഞാൽ പിന്നെ ഇതാവത്തില്ല. നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാക്കി എടുക്കാവുന്ന സാധനമാണ് കേട്ടോ. നമ്മുടെ ഈ ബീട്രൂട്ടും ഉള്ളിയെല്ലാം സവാളയും അങ്ങനത്തെ എല്ലാം ഈ സീസണൊക്കെ നമ്മൾ ഒക്ടോബർ മാസം ആകുമ്പോഴത്തേക്ക് ഉള്ളി ഒക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് കിളച്ചെടുക്കാം. ഉള്ളിക്ക് 2-3 മാസത്തെ വിളവേ ഉള്ളൂ. അരിവന്നുണ്ട് ഇവിടെ എല്ലാം വെട്ടി കഴിയാറായേക്കുള്ള. താഴത്തുണ്ടും കൂടെ ഉണ്ടില്ലേ. വേണ്ട അജു. പോകുന്നു. എനിക്ക് വല്ലതും തിന്നണം അജു. എന്നാൽ വരണം. ഞാൻ മേലെ തുണ്ടി നിൽക്കുക. ഇനി താഴോട്ട് ഇനി മോനെ ഒരുപാട് പണികളുണ്ട് മോനെ. ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതൊക്കെ ഇനിയും ഞാനും അജുമോനും കൂടെ കഴിഞ്ഞ 1 മാസമായി കാണും. അജു 1 മാസമൊക്കെ ആയതേ ഉള്ളെന്ന് തോന്നുന്നു, അതോ 2 മാസമായോ എന്നറിയത്തില്ല. അജുമോൻ പിന്നെ വെട്ടാൻ പോയപ്പം ഞാൻ അജുമോൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് പിന്നെ അവിടെ ഇതുപോലെ കാട് വെട്ടിയായിരുന്നു. അന്നായിരുന്നു നിന്നങ്ങ് വെട്ടിയിട്ട് 2 മണിക്കൂർ എങ്ങാണ്ട് നിന്ന് വെട്ടി. ഭയങ്കര കാടായിരുന്നു. വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് വയ്യാതായ, പനിയൊക്കെ ആയി, അസ്വസ്ഥതയൊക്കെ ആയി പോയത്. ഒന്ന് വെട്ടുന്നു. ഇവിടെ നിന്ന് ഞാൻ മേലെ തുണ്ടി നിൽക്കുക കേട്ടോ. താഴോട്ട് എനിക്ക് ഇറങ്ങിപ്പോവാൻ വയ്യ. എന്നിട്ട് ഇവിടെയൊക്കെ വെട്ടിയേക്കുന്ന കാണാമായിരിക്കും. വേണ്ട കണ്ടോ കറ. ഇതുകൊണ്ട് മോനെ അവിടെ ഒഴുകി വേറെ വഴിക്കൂടെ പോന്നു. പടാന്ന്
നേരത്തെ പോയിരിക്കുവാണോ? ആണോ? ഈ മേലേപ്പുറത്തെ അതോ ഇപ്പോഴും രണ്ടാമത് ഒഴുകി പോവാന്നോ? ലങ് വേണ്ട, മൂന്നാമത്തെ മരം. അതതിൻ്റെ അപ്പുറത്തേത് കാണാമല്ലോ ഒഴുകി വന്നേക്കുന്നു. അവിടെ ഒരു കാന ഓട്. അങ്ങനെ പോകുമ്പോൾ ഉടനെ അതിനൊരു കാന കൊടുത്ത് തൂത്ത് വിടണം. തൂത്ത് അതിനകത്തോട്ട് ഇറക്കി വിടണം. ഇനിയിപ്പോൾ കരിയില തിന്നും. ഇനിയിപ്പം ഉണക്കൊക്കെ ആയി തുടങ്ങുമ്പോൾ കരിയില തിന്നും. പേടിയുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇട്ട് തട്ടുവോ മുട്ടുവോ എല്ലാം അജു ചെയ്യുന്നത്. അജുവിന് ഭയമുണ്ട്. ഉണ്ടാക്കുന്നു. ആ താഴോട്ടുള്ള മരത്തിനെല്ലാം നല്ല കറയാണ്. എനിക്ക് പണിയാണ്, ഇഷ്ടം പോലെ പണി. ഇന്ന് വൈകിട്ടൊരിച്ചിരി നെയ്യപ്പം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ആവശ്യത്തിന് കേട്ടോ, നമ്മുടെ ആവശ്യത്തിന്. അതിന് അരി പോലും ഇതുവരെ അരച്ച് വെച്ചിട്ടില്ല, വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇച്ചിരി നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് അച്ചാച്ചന് കൊടുക്കണം. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ. ഞാൻ അജുവിൻ്റെ അടുത്തോട്ട് ചുമ്മാതെ നമ്മൾ കാട് വെട്ടി കളഞ്ഞിടം വീണ്ടും കാടിങ്ങനായി വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കോതിക്കളഞ്ഞ് കഴിയുമ്പോഴത്തേന് പിന്നെ ഇങ്ങനെ കിടക്കുന്ന ഈ സാധനം ഇത്, അതും പിന്നെ ഇത് ഷുഗർ ചെണ്ണയോ എന്തുവന്നു അത് ഈ ഉള്ളത് ഈ സാധനം ഒറ്റ ഒരു ഇരുമ്പ് വെച്ച് ഓരോ തട്ട് കൊടുക്കുമ്പോൾ അതങ്ങ് പോവും. അത് അങ്ങനെ നിൽക്കുന്നത് നല്ലതല്ല. അത് പെട്ടെന്ന് ആ പൊട്ടി കിളിച്ച് വരുന്നതല്ല. ഇതിൻ്റെ ചെവിടോട് പിന്നെ ഇഞ്ചി പോലത്തെ ഇതിൻ്റെ കിഴങ്ങ് അതെല്ലാം കളയണം. ഇച്ചിരി കൂടെ കഴിയുമ്പോഴല്ലേ ഉണ്ടെങ്കിൽ എന്നാൽ ബാക്കിയും കാണും. അത് തറയെ വീഴുന്നത് ജൂൺ മാസത്തിൽ മഴ സമയത്തൊക്കെയാണ്. കുഞ്ഞു പോകുന്നു. അപ്പോൾ അച്ചാച്ചനാണെങ്കിൽ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ, എന്നും ഞങ്ങൾക്ക് മിക്കവാറും നെയ്യപ്പമെന്ന് ചേച്ചിക്ക് അപ്പത്തിനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾ. എന്നും ഓരോ സാധനങ്ങൾ വേണം. അപ്പോൾ പിന്നെ ഉഴുന്നങ്ങോട്ട് ഞാൻ വരുന്നില്ല മോനെ, എനിക്ക് താഴോട്ട് ഇറങ്ങാൻ വയ്യാടാ. അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയരുത്. അച്ചാച്ചനാണെങ്കിൽ പിന്നെ ഉഴുന്ന് മേടിച്ച് കൊണ്ടുവന്നിട്ട് ഉഴുന്നുവട, അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഴുന്നെന്ന് പറഞ്ഞ് പിന്നെ ഈ തൊലിയുള്ള ഉഴുന്ന് കൊണ്ടുവന്നിട്ട് അത് വെള്ളത്തിലിട്ട് അത് കുതിർന്ന് കഴിയുമ്പോൾ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടായിരുന്നു ഉഴുന്ന് പിന്നെ കഴുകിയെല്ലാം ഇതാക്കി കളഞ്ഞിട്ട് ഉഴുന്നെടുത്ത് ആ ഉഴുന്ന് വെച്ച് ഉഴുന്നുവട ഉണ്ടാക്കും. ഉഴുന്നുവട ഉണ്ടാക്കിയിട്ട് അത് പിന്നെ ആട്ടുകല്ലിനകത്തിട്ട് അരച്ചെടുത്ത് ഞങ്ങൾക്ക് ഉഴുന്നുവട ഉണ്ടാക്കി തരുകയാണ് ചെയ്യുന്നത്. എന്തോ രുചിയാണെന്നറിയോ. പിന്നെ ഇപ്പോഴത്തെ കൂട്ട് മറ്റ് സാധനങ്ങളൊന്നും അതിനകത്ത് ചേർക്കത്തില്ല. അങ്ങനെയായിരുന്നു. ഒന്നും മറ്റ് സാധനങ്ങളൊന്നും ചേർക്കത്തില്ല. ഉഴുന്നും പിന്നെ ഉഴുന്നരച്ചിട്ട് അതിനകത്ത് ഇഞ്ചിയും പിന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കി തരുമായിരുന്നു ചെയ്യുന്നത്. അതുപോലെ വടയാണെങ്കിലും അങ്ങനെ. വടയാണെങ്കിലും പിന്നെ തുമര വെള്ളത്തിലിട്ടിട്ട് ഞങ്ങൾക്ക് വടയെന്ന് പറയുമ്പോഴത്തേന് ഉഴുന്നുവട, പിന്നെ നെയ്യപ്പം എന്ന് പറഞ്ഞാൽ എന്തോ ടേസ്റ്റിയാണെന്നറിയാം. നമ്മുടെ വീട്ടിൽ പശു ഉള്ളത് കൊണ്ട് നെയ്ക്കകത്താണ് നെയ്യപ്പം ഉണ്ടാക്കുന്നത്.
ഓ, അങ്ങോട്ട് ഉണ്ടാക്കിയതിൻ്റെ പിന്നെ നെയ്യൊക്കെ നെയ്യപ്പത്തിൻ്റെ പുറത്ത് കൂടി ഞാൻ ഇരിക്കുന്ന അത് തിന്നുന്നതൊക്കെ ഓർക്കുമ്പോൾ എന്തോ രുചിയാണെന്നറിയോ. അങ്ങനൊരു നെയ്യപ്പം പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ തിന്നിട്ടില്ല കേട്ടോ. അതുപോലുള്ള ഒരു നെയ്യപ്പം അച്ചാച്ചൻ ഉണ്ടാക്കി തരുന്ന പോലെ എല്ലാ സാധനവും പറഞ്ഞാൽ മതി. ഹൽവ, പിന്നെ അതുപോലെ ഹൽവ ഉണ്ടാക്കി തരും. അതുപോലെ നമുക്ക് പിന്നെ ഇത് പിന്നെ തെങ്ങും പൂക്കിലെ രസായനം അതുണ്ടാക്കി തരും. അങ്ങനത്തെ പല സാധനങ്ങൾ, ലേഹ്യങ്ങളും അതും ഇതും എല്ലാം ഇഷ്ടം പോലെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞങ്ങൾ തിന്നാത്തതായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ലെന്ന് പറയാം. അജു ഇങ്ങനത്തെ സാധനങ്ങളൊന്നും തിന്നിട്ടില്ലെന്നും പറയാം. അജുവിനും കൊച്ചുനാളിലെല്ലാം അച്ചാച്ചൻ മിക്കവാറും ദിവസം ഉഴുന്നുവട ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. പിന്നെ ഇപ്പോഴാ അച്ചാച്ചനൊന്നും വയ്യാതായ. അപ്പം അച്ചാച്ചനൊന്നും വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ചാച്ചനൊന്നും ഉണ്ടാക്കാനായിട്ട് കയറുന്നില്ല. അതുകൊണ്ട് അച്ചാച്ചനെല്ലാം മറന്നുപോയെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും നമ്മൾ പിന്നെ എന്തെങ്കിലും പാചകം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാച്ചൻ ഉണ്ടാക്കും ചിലപ്പോൾ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.